ഹലോ ഗൈസ്, വെൽക്കം ടു കുക്കിംഗ് ഡയറീസ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ദാൽ പാലക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പോപ്പുലറായിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തി, പൂരി ഇതിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് ദാൽ പാലക്ക എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ പേര് പോലെ തന്നെ നമുക്കതിന് മെയിനായിട്ട് വേണ്ടത് പാലക്ക തന്നെയാണ്. ഞാനിവിടെ ഒരു കെട്ട് പാലക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഐറ്റമാണ് അല്ലേ, ഇലവർഗ്ഗങ്ങൾ. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളതാണ് പാലക്ക്, ചീര, മുരിങ്ങയില ഇവയൊക്കെ. അപ്പം നമുക്ക് ഈ ഒരു പാലക്കിന് പകരമായിട്ട് ചീര വെച്ചിട്ടും സെയിം റെസിപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയ പാലക്ക് വലുതായിരുന്നു കേട്ടോ, അതുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കൽ ഈസി ആയിരുന്നു. അപ്പോൾ പാലക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു തക്കാളി, ഒരു സവാള. 3 ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ മെയിനായിട്ടുള്ളൊരു കാര്യം കാണിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. പരിപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു അരക്കപ്പ് പരിപ്പും കൂടെ കഴുകി വൃത്തിയാക്കി എടുത്ത് റെഡിയാക്കി വെക്കണം കേട്ടോ. 3 ഐറ്റംസ് റെഡി ആയാൽ പിന്നെ നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളകും കൂടെ 2ആയിട്ട് മുറിച്ച് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് വഴണ്ട് അങ്ങനെ ബ്രൗൺ കളറായി അങ്ങനെയൊന്നും വഴണ്ട് വരണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴന്ന് ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. അപ്പോൾ അതാ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് തക്കാളി ഇതേപോലെ ജസ്റ്റ് ഒന്നുകൂടെ വഴന്ന് ഒന്ന് കുക്കായി വരണം. അപ്പോൾ അതാ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പം വേറെ പൊടികളൊന്നും ചേർക്കണില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ ചേർക്കണേ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാലക്കും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പരിപ്പും പാലക്കും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഒരു വിസിലിനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ചേർത്ത ഈ ഒരു പരിപ്പ് നമുക്ക് ഒറ്റ വിസിലിന് തന്നെ വെന്ത് കിട്ടുന്ന പരിപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് പരിപ്പും പാലക്കൊക്കെ ഒരുമിച്ചിട്ട് ചേർത്തത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പരിപ്പ് കൂടുതൽ വേവുള്ള പരിപ്പാണെങ്കിൽ പരിപ്പ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഒരു വിസിലിനൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ പാലക്ക് ചേർത്തിട്ട് ഒരു വിസിലും കൂടി അടിച്ചെടുത്താൽ മതി. വിസിലടിച്ചിട്ട് ഫ്ലെയിം ഓഫാക്കി പിന്നെ പ്രഷറൊക്കെ താനെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും. കുക്കർ വിസിലടിച്ച് പ്രഷറൊക്കെ താനെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ എന്തായി എന്നുള്ളത്.
ഒറ്റ വിസിലിന് തന്നെ പരിപ്പും പാലക്കൊക്കെ നമുക്ക് നന്നായിട്ട് പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. എരിവ് പിന്നെ നമുക്ക് കടുക് വറുക്കുന്ന സമയത്ത് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതൊന്ന് കടുക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കടുകും ജീരകവും ഒക്കെ മുഴുവനായിട്ട് തന്നെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറി എരിവ് നോക്കിയിട്ട് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദാൽ പാലക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തി റൊട്ടി ഇതിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിന് മുമ്പ് നമ്മൾ ആലു പാലക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ അത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഈസി റെസിപ്പീസായിട്ട് വീണ്ടും വരാം. താങ്ക്